ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. എൻ്റെ പിറകിലൊക്കെ കാണുന്നില്ല, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതൊക്കെ എനിക്ക് ഒരു ടൈം പാസ്സാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്തിങ്ങനെ തൂക്കിയിടുമ്പോൾ ഒരു സന്തോഷം, ആ ഒരു സന്തോഷം എവിടെ നിന്നും കിട്ടില്ല നമുക്ക് ലൈഫിൽ. അപ്പം ഞാൻ ഈ ആമസോണിൽ നിന്ന് വരുന്ന കാർഡ്ബോർഡുകളൊക്കെ ഇപ്പം ഓരോന്നൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. അതിങ്ങനെ നമ്മൾ അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെ എന്ത് സാധനം ഉണ്ടെന്നുള്ളത് മനസ്സിലാവാത്തൊരു രീതി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാർഡ്ബോർഡുകൾ, നല്ല നല്ല പെട്ടികൾ ആമസോണിൽ നിന്ന് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ പല തരത്തിലുള്ള കാർഡ്ബോർഡുകൾ കിട്ടും. അപ്പോൾ ആ കാർഡ്ബോർഡുകൾ കുറേയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്, കുറേയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ നിറച്ച് വയ്ക്കും. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന കാർഡ്ബോർഡുകളൊക്കെ ഞാൻ ഇതുപോലെ നമുക്ക് ക്ലോത്ത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഇതേപോലെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇത് കുറച്ച് ഒട്ടിക്കുമ്പോൾ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത് വെച്ച ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ ഒന്നും ഒട്ടിച്ചിട്ടില്ല. വേണമെങ്കിൽ അകത്തും നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗി വരാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ അകത്തൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺ ഇതുപോലെ കുടുക്കി ഇങ്ങനെ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടങ്ങിയിരുന്നോളും. പിന്നീട് ഇതിൽ ഞാൻ ഇത് ഞാൻ ഡെക്കറേഷന് വേണ്ടി ഒട്ടിച്ച് വെച്ചതാണ്. കാണാൻ കുറച്ചുകൂടെ ഭംഗി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചതാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാം. നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിൽ നെറ്റിപ്പട്ടത്തിൻ്റെ മുത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിന്ന് നെറ്റിപ്പട്ടത്തിൻ്റെ മുത്തുകളെല്ലാം ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഉണ്ടാക്കി വെച്ച നെറ്റിപ്പട്ടം ഉണ്ടല്ലോ, അതിൽ മുത്തുകളൊക്കെ ഇങ്ങനെ വരും. അത് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫ്രെയിം കിട്ടും. അപ്പോൾ ഇത് കളയാൻ എനിക്ക് തോന്നിയില്ല. അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചെടുത്ത് ജനൽപ്പാളി പോലെയാക്കി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന്. പിന്നെ ഇതിലിങ്ങനെ ഓരോ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള കാർഡ്ബോർഡുകൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കർട്ടൻ ക്ലോത്താണിത്. അപ്പോൾ കർട്ടൻ പഴയതായി, കർട്ടൻ ഇടുന്ന ആ ഒരു റൗണ്ടിങ് ഫുള്ള് ഡാമേജായി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് എടുത്തു വെച്ചതാണ്. ഇപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ ഇതേപോലെ നല്ല ഡെക്കറേഷനായിട്ട് വെച്ച് ഇതിൻ്റെ ബാക്കിയെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ ഇതിൻ്റെ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഹാഫാക്കി അതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് നമുക്ക് വേണമെങ്കിൽ തുണി വെച്ച് ഒട്ടിച്ച് കുറച്ചുകൂടെ ഭംഗിയാക്കാം. ഇതിൽ ഞാൻ ഇതേപോലത്തെ വൂള് ഒക്കെ എടുത്ത് വെക്കുന്ന കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പം ഇതിൽ ഞാൻ ഒട്ടിച്ചിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഒട്ടിച്ചെടുക്കുന്നതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുകൂടെ തുണി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എറ്റിപ്പട്ടത്തിൻ്റെ ഈ ഒരു സംഭവമൊക്കെ എല്ലാവരും എടുത്ത് കളയുക ചെയ്യുക. പക്ഷേ എനിക്കത് ഭയങ്കര തിളക്കം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കളയാൻ തോന്നിയില്ല. വേണമെങ്കിൽ നമുക്ക് ബോക്സ് പോലെ ആക്കിയെടുക്കാം, എല്ലാത്തിനെയും ഒട്ടിച്ചെടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റിപ്പട്ടത്തിന് യൂസ് ചെയ്യുന്ന നല്ല സ്ട്രോങ് ഗമ്മ് കിട്ടും. ആ ഗമ്മാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം അത് സ്ട്രോങ് ആയിട്ട് തന്നെ ക്ലോത്തിൽ ഇരിക്കും. ഞാൻ നെറ്റിപ്പട്ട ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗമ്മ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ ആദ്യം അതിൽ ഫുൾ എല്ലായിടത്തും ആ ലൈനുകളിലെല്ലാം പശ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് ഒട്ടിക്കുന്നത്. ശരിക്കും വെറുതെ ഒന്ന് ക്ലോത്തിൽ വെക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് വണ്ണ് അവിടെ ഒട്ടിച്ചെടുത്തു. അടുത്തത് ഇതുപോലെ, കാരണം ഇതിൻ്റെ ഓരോ ലെയർ വെച്ചിട്ടാണുള്ളത്. അപ്പം അതിൽ മുഴുവനും പശ അങ്ങനെ തന്നെ വരണം. പശ അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. അവിടെ ഇവിടെയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തികേടായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ശരിക്ക് ഒട്ടിച്ചെടുത്തു.
ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ഒക്കെ തോന്നും അല്ലേ? നിങ്ങൾ കാണുമ്പോൾ എന്തിനാ ഇതിന് വെറുതെ കാർഡ്ബോർഡിൽ ഇട്ട് വെച്ചാൽ. പക്ഷെ നമ്മൾ എന്തും ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീട് കാണുമ്പോൾ പെട്ടെന്ന് നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് അറിയത്തുമില്ല. നമുക്ക് സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഞാൻ ഈ വൂളനും ഇങ്ങനത്തെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങളാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുത്ത് ഇതുപോലെ വൂളൻ ഞാൻ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നെറ്റിപ്പട്ടത്തിന് വേണ്ടി യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. വെച്ചിട്ട് ഒരുപാട് ഡെക്കറേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്കൂളിൽ ടീച്ചേഴ്സിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ നല്ല നല്ല ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു നൂലെന്ന് പറയുന്നത് ഒത്തിരി ഉപകാരമുള്ള സാധനമാണ്. നമുക്കൊരു ബോട്ടിൽ കവർ ചെയ്യണോ ഈ വൂളൻ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബോട്ടിൽ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ബാക്കി കുറേ നൂലുകളൊക്കെയാണ്. അപ്പം ഞാനത് എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നാളെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്നൊരു ഐഡിയ വരും. അപ്പോഴാണ് ഞാനത് അപ്പം തന്നെ ചെയ്യും കേട്ടോ. പിന്നീട് 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നു. ആ ഒരു സമയത്ത് നമ്മളെ മൈൻഡിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് നോക്കും, ഗമ്മുണ്ടോയെന്ന് നോക്കും ഫസ്റ്റ്. അതുണ്ടെങ്കിൽ പിന്നീട് അങ്ങ് പെട്ടെന്ന് ചെയ്തു വെച്ചേക്കാം. അത് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് മനസ്സമാധാനമുള്ളൂ. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ആമസോണിൽ നിന്നാണ് മാക്സിമം വീട്ടിലുള്ള സാധനങ്ങൾ വരുത്തുന്നത്. അപ്പോൾ വലിയ വലിയ കാർഡ്ബോർഡുകൾ അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ സ്മോൾ കാർഡ്ബോർഡുകൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡുകളാണ്, കളയാൻ തോന്നാറില്ല. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ പിന്നെ ഈ പഴയ കാർഡ്ബോർഡുകളൊക്കെ എടുക്കാൻ വരും. അവർക്കും കുറേ അങ്ങ് കൊടുക്കും. അത് ഇതുപോലെ ആക്കി ഞാൻ എടുത്തു വെച്ചേക്കും. അതൊന്നിച്ച് കുറച്ച് ആവുമ്പോഴത്തേക്ക് അവർ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കും. പിന്നെ കുറച്ച് ഇതേപോലെ എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാനുള്ള ബോക്സുകൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ബോക്സ് നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ അകത്തെല്ലാം കാർഡ്ബോർഡ് വെച്ച് തുണി വെച്ചാണ് അവർ ചെയ്യുന്നത്. നമുക്കത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇതുപോലെ കബോർഡുകളിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്ത് നമ്മൾ തുണിയൊക്കെ എങ്ങനെ മടക്കി വെക്കുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഒരു ദിവസം നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അങ്ങനെ എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ തുറന്ന് നമുക്ക് ഇതുപോലെ ചെയ്യാം. എന്ത് രസമല്ലേ? ഇപ്പം അവിടെ ഇവിടെയൊക്കെ ഇടുന്നതിനാൽ ഇതേപോലെ വെക്കുമ്പോഴും പിന്നെ വെറുതെ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ ബോക്സാക്കി വെക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കുക. അപ്പം ഞാൻ ഇതേപോലെ പഴയ കുർത്തീൻ്റെ ബാക്കി വന്ന തുണിയിൽ നിന്നാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ വേറൊന്ന് ഇതുപോലെ തന്നെ കർട്ടൻ്റെ തുണി വെച്ച് ചെയ്തിട്ടുണ്ട്. അതിനൊരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അടയുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ വന്നു, അതിനൊരു കൊളുത്തൊക്കെ കൊടുത്തു. അപ്പം നിങ്ങളെ ഐഡിയയിൽ ഓരോന്നൊക്കെ ചെയ്തു നോക്കുക. അവനവൻ്റെ കൈ കൊണ്ട് ചെയ്യുമ്പം അതൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഇത് കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് നിങ്ങളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിൽ നിന്ന് കാർഡ്ബോർഡുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തരുന്ന കാർഡ്ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോക്സാണ്. കാരണം ഇത് ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളെ കയ്യിൽ ഇതിപ്പോൾ ഞാൻ നെറ്റിപ്പട്ടത്തിന് യൂസ് ചെയ്ത് ഈ സാധനം പിന്നെ യൂസ് ഇല്ല, ഇതെടുത്താൽ കളയുക ചെയ്യാം. പക്ഷേ ഇത് എനിക്കൊരു ഐഡിയ വന്നപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തു. അത് എനിക്ക് യൂസായി, അത് കളയേണ്ട ആവശ്യം വന്നില്ല. അതിൻ്റെ തിളക്കവും ഇതൊക്കെയാണ് ഒന്നുകൂടെ ഈ ബോക്സിന് നല്ല ഭംഗി വന്നു. അപ്പോൾ ഇതേപോലെ ചെയ്തു നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.